പല ദശകങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം വിക്ഷേപിച്ച നാസയുടെ എഞ്ചിനീയറിംഗ് അത്ഭുതമായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ ചിത്രങ്ങൾ പകർത്തിയത്. അത് ശാസ്ത്രലോകത്തിനെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ JWST തുടർച്ചയായി പ്രപഞ്ചത്തിന്റെ പല കോണുകളിലുമുള്ള അത്യധികം വിസ്മയാവഹവും മനോഹരവുമായ കാഴ്ചകൾ നമ്മെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. JWST പകർത്തുന്ന ചിത്രങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ മറഞ്ഞുകിടന്ന പല രഹസ്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ശരിക്കും ഒരു തരത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത പുതിയൊരു പ്രപഞ്ചത്തിനെയാണ് JWST നമുക്ക് കാണിച്ചു തരുന്നതെന്ന് പറയാൻ കഴിയും. അപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ പുതിയ ചിത്രങ്ങളും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച അത്ഭുതകരമായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഏകദേശം 6500 പ്രകാശവർഷങ്ങൾക്കകലെ, അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുള്ള ഒരു നെബുലയാണ് ഈഗിൾ നെബുല. വാതകങ്ങളും പൊടിപടലങ്ങളും കൊണ്ട് നിറഞ്ഞ ബഹിരാകാശത്തിലെ ഭീമാകാരമായ മേഘങ്ങളാണ് നെബുലകൾ. വളരെ വലിയ നെബുലകളിൽ നിന്നുമാണ് പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. 1995 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഈ നെബുലയുടെ ചെറിയൊരു ഭാഗത്തിന്റെ ചിത്രം പകർത്തിയിരുന്നു. പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്നാണ് ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അന്ന് ബഹിരാകാശ പ്രേമികളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രമായിരുന്നു ഇത്. കാരണം ധാരാളം പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന ഒരു മേഖലയാണ് ഈഗിൾ നെബുല. ഈ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ചിത്രം ഇപ്പോൾ JWSTയും പകർത്തി. വാതകങ്ങളും പുകപടലങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാരണം സാധാരണ ടെലിസ്കോപ്പുകളിലൂടെ നോക്കുമ്പോൾ ഇത്തരം നെബുലകളുടെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ഇൻഫ്രാറെഡ് കിരണങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന JWST വളരെ സമഗ്രമായിട്ട് തന്നെ പില്ലേഴ്സ് ഓഫ് ക്രിയേഷന്റെ ചിത്രം പകർത്തി. മുൻപ് പകർത്തിയിട്ടുള്ള ചിത്രങ്ങളിൽ കാണാൻ കഴിയാത്ത ധാരാളം നക്ഷത്രങ്ങളെ JWST പകർത്തിയ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈഗിൾ നെബുലയുടെ ചെറിയൊരു ഭാഗമാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എങ്കിലും ഈ കാണുന്ന ചിത്രത്തിന് ഏകദേശം 8 പ്രകാശവർഷങ്ങളുടെ നീളമുണ്ട്. പല തരത്തിലുമുള്ള പുതിയ നക്ഷത്രങ്ങൾ നിരന്തരമായിട്ട് രൂപം കൊള്ളുന്ന മേഖലയാണ് ഈഗിൾ നെബുല. പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും രൂപം കൊണ്ട ശേഷം ഇവയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ നെബുലയെ ആദ്യമായിട്ട് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഇതിനെ സംബന്ധിച്ച നിരവധി വിവരങ്ങൾ ഈ ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏറ്റവും പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങൾ, അതായത് പുതിയ നക്ഷത്രങ്ങളൊക്കെ വളരെ തിളക്കമുള്ള കടുത്ത ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ മനോഹരമായ ചുവപ്പ് നിറം ഹൈഡ്രജൻ തന്മാത്രകളിൽ നിന്നും വമിക്കുന്ന ഊർജമാണ്. പുതുതായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ഊർജം ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട്. ഈ ഊർജം ചുറ്റുമുള്ള മേഘങ്ങളിൽ വന്നിടിക്കുമ്പോൾ ആ മേഘപടലങ്ങളിൽ അലകൾ ഉണ്ടാകും. അതായത് വെള്ളത്തിൽ അലകൾ ഉണ്ടാകുന്നത് പോലെ. അത്തരം അലകൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. ഈ ചിത്രത്തിൽ കാണുന്ന കടുത്ത ചുവപ്പ് നിറങ്ങളെല്ലാം പരമാവധി വെറും 10 ലക്ഷം വർഷങ്ങൾ മാത്രം പഴക്കമുള്ള പുതിയ നക്ഷത്രങ്ങളാണ്. ചില നക്ഷത്രങ്ങൾക്ക് വെറും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഉണ്ടായിരിക്കൂ. JWSTയുടെ ഭൂരിഭാഗം ചിത്രങ്ങളിലും നമുക്ക് ധാരാളം ഗാലക്സികളെ കാണാൻ കഴിയും. എന്നാൽ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ ഗാലക്സികൾ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ നെബുല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്തിന് മുന്നിലാണ്. ഗാലക്സികളുടെ മധ്യഭാഗത്തിൽ നക്ഷത്രങ്ങളുടെയും വാതകങ്ങളുടെയും അളവ് വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അപ്പുറത്ത് നിന്ന് വരുന്ന പ്രകാശത്തിന് മധ്യഭാഗം കടന്നു വരാൻ വളരെയേറെ പ്രയാസമായിരിക്കും. അതായത് സൂര്യന് മുന്നിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തിനെ ചന്ദ്രൻ മറയ്ക്കുന്നത് പോലെ. ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് JWSTയുടെ ഈ ചിത്രത്തിൽ അധികം ഗാലക്സികളെ ഒന്നും കാണാൻ പറ്റാത്തത്. ഇത് JWST പകർത്തിയ വളരെ കൗതുകകരമായ മറ്റൊരു ബഹിരാകാശ വസ്തുവിന്റെ ചിത്രമാണ്. കൗതുകകരം മാത്രമല്ല, അത് വളരെ അപൂർവമായ വസ്തുവും കൂടെയാണ്. ഈ ചിത്രത്തിൽ അലകൾ പോലെ കാണുന്നത് ക്യാമറയുടെ കുഴപ്പം കൊണ്ട് തോന്നുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഒന്നുമല്ല, മറിച്ച് അത് ശരിക്കുമുള്ള ഒരു പ്രതിഭാസമാണ്. ഇത് ഏകദേശം 5600 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ബൈനറി സിസ്റ്റമാണ്. 2 ബഹിരാകാശ വസ്തുക്കൾ അവയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഒരു പൊതുവായ കേന്ദ്ര ബിന്ദുവിനെ ആസ്പദമാക്കി പരസ്പരം വലം വെക്കുന്ന സംഹിതങ്ങളാണ് ബൈനറി സിസ്റ്റംസ്. WR-140 എന്നാണ് ഈ സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേര്. അതിതീവ്രമായ 2 നക്ഷത്രങ്ങളാണ് ഈ സിസ്റ്റത്തിലുള്ളത്.
പ്രധാന നക്ഷത്രം ഒരു ഭീമാകാരമായ സൂപ്പർ ജെയിന്റ് നക്ഷത്രമാണ്. ഇതിന് നമ്മുടെ സൂര്യന്റെ 20 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. സൂര്യൻ പുറത്തുവിടുന്നതിന്റെ 16 ലക്ഷം മടങ്ങ് തീവ്രമായ പ്രകാശമാണ് ഈ നക്ഷത്രം പുറപ്പെടുവിക്കുന്നത്. രണ്ടാമത്തെ നക്ഷത്രം ഒരു വോൾഫ്-റേയറ്റ് നക്ഷത്രമാണ്. വളരെ വേഗം ഉള്ളിൽ നിന്നും വലിയ തോതിൽ പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീമാകാരമായ നക്ഷത്രങ്ങളാണ് വോൾഫ്-റേയറ്റ് നക്ഷത്രങ്ങൾ. പല ദശലക്ഷം കോടിക്കണക്കിന് ടൺ പദാർത്ഥങ്ങളാണ് ഓരോ സെക്കൻഡിലും ഇത്തരം നക്ഷത്രങ്ങളിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നക്ഷത്രങ്ങളിൽ നിന്നും ഒരു വർഷം പുറത്തു വരുന്ന പദാർത്ഥങ്ങൾ ശേഖരിച്ചു വെച്ചാൽ ഭൂമിക്ക് തുല്യമായ വലിപ്പത്തിൽ 3 ഗ്രഹങ്ങളെ നിർമ്മിക്കാനുള്ള പദാർത്ഥങ്ങൾ ലഭിക്കും. ഈ സിസ്റ്റത്തിലുള്ള വോൾഫ്-റേയറ്റ് നക്ഷത്രത്തിന് ഏകദേശം നമ്മുടെ സൂര്യന്റെ 8 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. 8 വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇവ പരസ്പരം ഭ്രമണം ചെയ്യുന്നത്. ഈ നക്ഷത്രങ്ങൾ പരസ്പരം വലം വയ്ക്കുന്നതിനിടയിൽ വളരെ സമീപത്ത് വരുന്ന സമയത്തിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനം കാരണം ഈ നക്ഷത്രങ്ങളിൽ നിന്നും വലിയ തോതിൽ പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടും. ഇങ്ങനെ ഓരോ തവണയും പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങളും വാതകങ്ങളും ഊർജവുമൊക്കെ അവയിൽ നിന്നും അകന്നു പോകുന്നതാണ് ഈ ചിത്രത്തിൽ അലകളായിട്ട് കാണുന്നത്. അതായത് ഇതിൽ കാണുന്ന ഓരോ അലയും ഉണ്ടായത് 8 വർഷങ്ങളുടെ ഇടവേളകളിലാണ്. പക്ഷേ ഇതിൽ വലിയൊരു നിഗൂഢതയും കൂടെയുണ്ട്. തികച്ചും വിചിത്രമായ ഇതിന്റെ ആകൃതിയാണ് ആ നിഗൂഢത. ഈ അലകൾക്ക് പൂർണ്ണമായ വൃത്താകൃതിയില്ല. ഇതിന്റെ ഒരു വശം മൊത്തത്തിൽ മാഞ്ഞു പോയതുപോലെയാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഇനിയും കൂടുതൽ നിരീക്ഷിക്കും. ഇത് JWST പകർത്തിയ 2 ഗാലക്സികളുടെ ചിത്രമാണ്. VV191 എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ശരിക്കും JWST മാത്രം പകർത്തിയ ചിത്രമല്ല, മറിച്ച് JWST പകർത്തിയ ഇൻഫ്രാറെഡ് ചിത്രവും അപ്പൂപ്പനായ ഹബിൾ ടെലിസ്കോപ്പിലൂടെ പകർത്തിയ അൾട്രാ വയലറ്റിന്റെയും വിസിബിളിന്റെയും ചിത്രങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർമ്മിച്ച ചിത്രമാണ്. ഈ 2 ഗാലക്സികളും പ്രത്യക്ഷത്തിൽ വളരെ അടുത്തടുത്തായിട്ട് നിലനിൽക്കുന്നതാണെന്നും അധികം താമസിക്കാതെ തന്നെ അവ തമ്മിൽ കൂട്ടിയിടിക്കാൻ പോവുകയാണെന്നുമായിരിക്കും നമുക്ക് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ രണ്ടിനുമിടയിൽ ഒരുപാട് ദൂരമുണ്ട്. വലതുവശത്തിൽ കാണുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പോലത്തെ ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ഇടതുവശത്ത് കാണുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയും. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്സികളിൽ ഭൂരിഭാഗവും എലിപ്റ്റിക്കൽ ഗാലക്സികളാണ്. ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഈ 2 ഗാലക്സികളും ഒരേ വലിപ്പത്തിലുള്ള ഗാലക്സികളാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഇടതുവശത്തിൽ കാണുന്ന ഗാലക്സി ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വലതുവശത്തിൽ കാണുന്ന സ്പൈറൽ ഗാലക്സിയാണെങ്കിൽ താരതമ്യേന നമ്മുടെ വളരെ അടുത്തുമാണ്. എന്നിട്ടും ഇവ രണ്ടും ഒരേ വലിപ്പത്തിൽ നമ്മൾ കാണുന്നെങ്കിൽ അതിനർത്ഥം ആ എലിപ്റ്റിക്കൽ ഗാലക്സി വളരെ വലിയൊരു ഭീമാകാരമായ ഗാലക്സിയാണെന്നാണ്. പുറകിലുള്ള ഗാലക്സിയിൽ നിന്നും വരുന്ന പ്രകാശം മുന്നിലുള്ള ഗാലക്സിയിലൂടെ കടന്നു വരുമ്പോൾ ആ പ്രകാശത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രജ്ഞർ ഈ ചിത്രം പകർത്തിയത്. എന്നാൽ അതിനു പുറമെ ഈ ചിത്രത്തിൽ അപ്രതീക്ഷിതമായി ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് കൂടെ അവർക്ക് കാണാൻ സാധിച്ചു. ഒരു ഗാലക്സിയുടെ പിന്നിലുള്ള ബഹിരാകാശ വസ്തുക്കളിൽ നിന്നും വരുന്ന പ്രകാശം ആ ഗാലക്സിയുടെ ശക്തമായ ഗുരുത്വാകർഷണ ബലം കാരണം വളഞ്ഞ് ഗാലക്സിയുടെ മുന്നിലെത്തും. ഈ പ്രതിഭാസമാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ്. ഇവിടെ ഈ കാണുന്നത് ശരിക്കും എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ പിന്നിലുള്ള മറ്റൊരു ഗാലക്സിയാണ്. ഇത്തരം പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗാലക്സിക്ക് എത്രമാത്രം മാസ് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് കണക്ക് കൂട്ടാൻ കഴിയും. എന്തായാലും ഈ മനോഹരമായ ചിത്രത്തിന്റെ പഠനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ഒരു തരം ബഹിരാകാശ വസ്തുവിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഏറ്റവും തീവ്രമായതെന്ന് പറയുമ്പോൾ സംശയം വേണ്ട, ഇതൊരു ബ്ലാക്ക് ഹോൾ ആണ്. വെറും ഒരു ബ്ലാക്ക് ഹോൾ അല്ല, ക്വാസാർ ഇനത്തിൽ പെടുന്ന വളരെ ബൃഹത്തായ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. ദൃശ്യപ്രപഞ്ചത്തിന്റെ ഒരുപാട് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അകലെ എന്ന് വെച്ചാൽ ഏകദേശം 1150 കോടി പ്രകാശവർഷങ്ങൾക്കകലെ. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ബ്ലാക്ക് ഹോളിനെയാണ്. ബ്ലാക്ക് ഹോളിന്റെ ചിത്രം എന്ന് പറയുന്നെങ്കിലും ഇത് ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ് മുൻപ് പകർത്തിയതുപോലത്തെ ബ്ലാക്ക് ഹോൾ ചിത്രമാണെന്ന് കരുതരുത്. ശരിക്കും ഇതിൽ ഏകദേശം 3 ഗാലക്സികളുണ്ട്. അതിലൊരു ഗാലക്സിയുടെ മധ്യഭാഗത്തിലാണ് ക്വാസാർ ഉള്ളത്. പക്ഷേ ആ ഒരൊറ്റ ക്വാസാറിന്റെ അതിശക്തമായ പ്രകാശം കാരണം ഗാലക്സികളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഊർജം പുറത്തുവിടുന്ന അതിതീവ്രമായ ക്വാസാറുകളിൽ ഒന്നാണ്.
സൂര്യനിൽ നിന്നും സൗരക്കാറ്റ് വരുന്നത് പോലെ ഇതിൽ നിന്നും നിരന്തരമായിട്ട് ഗാലക്റ്റിക് വിൻഡ് പുറത്തോട്ട് വരും. ഈ ഗാലക്റ്റിക് വിൻഡ് അത്യധികം ശക്തമായിരിക്കും. ശക്തമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വമിക്കുന്ന ഊർജം കാരണം അത് നിലനിൽക്കുന്ന ഗാലക്സിയിലുള്ള വാതകങ്ങളൊക്കെ പുറന്തള്ളപ്പെടും. ആ വാതകങ്ങൾ ഒന്നുമില്ലാതെ ഗാലക്സിയിൽ പുതിയ നക്ഷത്രങ്ങൾക്കൊന്നും രൂപം കൊള്ളാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിന്റെ വളരെ വളരെ അടുത്ത് തന്നെ വേറെയും 2 ഗാലക്സികൾ നിലനിൽക്കുന്നതുകൊണ്ട് പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ ചുറ്റുമുള്ള ഗാലക്സികളുമായിട്ട് കൂട്ടിയിടിച്ച് അവിടെ ധാരാളം പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലുള്ള 3 ഗാലക്സികളും പതിയെ പതിയെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണുന്ന പല നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ക്വാസാറിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളുടെ വേഗതയാണ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ ക്വാസാറിൽ നിന്നും വളരെ വേഗം അകന്നു പോകുന്ന വാതകങ്ങളാണ് ചുവന്ന നിറത്തിൽ കാണുന്നത്. എന്നാൽ നീല നിറത്തിൽ കാണുന്നത് ക്വാസാറിൽ നിന്നും നമ്മുടെ നേർക്ക് വരുന്നതാണ്. ഇതേസമയം പച്ച നിറത്തിൽ കാണുന്നത് നമ്മുടെ കാഴ്ചയിൽ ഒരേ സ്ഥാനത്തിൽ തന്നെ നിൽക്കുന്നവയുമാണ്. ഇത് JWST പകർത്തിയ മറ്റൊരു ചിത്രമാണ്. ഏകദേശം 27 കോടി പ്രകാശവർഷങ്ങൾക്കകലെ 2 ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ദൃശ്യമാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. IC 1623A and B എന്നാണ് ഈ ഗാലക്സികളുടെ പേരുകൾ. ഇവ കൂട്ടിയിടിയുടെ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ 27 കോടി പ്രകാശവർഷങ്ങൾക്കകലെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവ തമ്മിൽ കൂടിച്ചേർന്ന് പുതിയൊരു ഭീമൻ ഗാലക്സിയായി മാറിയിട്ട് കാലങ്ങളേറെയായി കാണും. എന്നാൽ ആ പ്രകാശം ഭൂമിയിലെത്താൻ ഇത്രയും കാലം എടുത്തതുകൊണ്ടാണ് അത് കൂട്ടിയിടിക്കുന്ന സമയത്തിലുള്ള ദൃശ്യം ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന്റെ ചിത്രം മുൻപ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും പകർത്തിയിരുന്നു. ഇവ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ അനന്തരഫലമായി ഈ ഗാലക്സികളിൽ വൻതോതിൽ പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാവുകയാണ്. വൻതോതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഉണ്ടാകുന്നതിന്റെ 20 മടങ്ങ് കൂടുതൽ നക്ഷത്രങ്ങൾ IC 1623യിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഗാലക്സികളുടെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂടിച്ചേർന്ന് പുതിയൊരു ബൃഹത്തായ ബ്ലാക്ക് ഹോൾ രൂപം കൊള്ളുന്നുണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് വെറും 3 ദിവസങ്ങൾക്ക് മുന്നേ പകർത്തിയ ചിത്രമാണ്. അതിനാൽ തന്നെ ഇനിയും ഇതിന്റെ പഠനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇതുപോലെ 2 ദിവസങ്ങൾക്ക് മുന്നേ മറ്റൊരു ചിത്രവും കൂടെ JWST റിലീസ് ചെയ്തു. ഈ ചിത്രത്തിന്റെ മധ്യഭാഗത്തിൽ കാണുന്നത് ഏകദേശം 560 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സി ക്ലസ്റ്റർ ആണ്. അതായത് ഒരു കൂട്ടം ഗാലക്സികൾ വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഈ ക്ലസ്റ്ററിന് ചുറ്റിലും ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് കാണാൻ സാധിക്കും. ഈ പ്രതിഭാസം കാരണം ഇതിൽ ഒരുപാട് അകലെയുള്ള ചില ഗാലക്സികളെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു ഗാലക്സിയാണ് ചിത്രത്തിൽ 1, 2, 3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിക്കും വ്യത്യസ്തമായ 3 ഗാലക്സികളല്ല, മറിച്ച് ഒരൊറ്റ ഗാലക്സി തന്നെയാണ്. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് കാരണമാണ് അതിനെ 3 സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നത്. മാക്സ് 0647 JD എന്നാണ് ഈ ഗാലക്സിക്ക് നൽകിയിരിക്കുന്ന പേര്. ഇത് ഏകദേശം 1320 കോടി പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്രപഞ്ചമുണ്ടായി വെറും 50 കോടി വർഷങ്ങൾക്കുള്ളിലാണ് ഈ ഗാലക്സി രൂപം കൊണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അകലെയുള്ള ഗാലക്സികളിലൊന്നാണ് ഈ ഗാലക്സി. ഇതും വെറും 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് റിലീസ് ചെയ്തത്. അതിനാൽ തന്നെ ഇതിന്റെ പഠനവും ഇതുവരെ പൂർത്തിയായിട്ടില്ല. എക്സോപ്ലാനറ്റുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷയോടെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ JWST ആദ്യമായിട്ട് നേരിട്ട് പകർത്തിയ ഒരു എക്സോപ്ലാനറ്റിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. എക്സോപ്ലാനറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആവേശഭരിതരാകണ്ട. കാരണം ഇത് നമ്മുടെ ഭൂമിയെ പോലത്തെ ഗ്രഹമൊന്നുമല്ല. പകരം ഇത് നമ്മുടെ ജൂപ്പിറ്ററിനേക്കാൾ 8 മടങ്ങോളം മാസുള്ള ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. HIP 65426b എന്നാണ് ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇത് മിക്കവാറും അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പിൻകോഡ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇത് ഏകദേശം 385 പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 1400 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് നക്ഷത്രത്തിനെ വലം വെക്കുന്നത്. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമി ആയിരിക്കുന്നതിന്റെ ഏകദേശം 100 മടങ്ങോളം ദൂരത്തിൽ. നക്ഷത്രത്തിൽ നിന്നും ഇത്രയും അകലെ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ചിത്രം എളുപ്പത്തിൽ പകർത്താൻ സാധിച്ചതും. നക്ഷത്രങ്ങളുടെ തീവ്രമായ പ്രകാശം കാരണം നക്ഷത്രത്തിന്റെ അടുത്ത് നിലനിൽക്കുന്ന ഗ്രഹങ്ങളുടെ ചിത്രം നേരിട്ട് പകർത്താൻ വളരെ പ്രയാസമായിരിക്കും. ഈ നക്ഷത്രവ്യൂഹം രൂപം കൊണ്ടിട്ട് പരമാവധി 2 കോടി വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥം രൂപം കൊണ്ടിട്ട് 450 കോടി വർഷങ്ങൾ കഴിഞ്ഞു.
നമ്മുടെ സൗരയൂഥത്തിലെ പല വസ്തുക്കളുടെ ചിത്രങ്ങളും JWST പകർത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിലെ വളയങ്ങൾ കണ്ടപ്പോൾ സാറ്റേൺ ഗ്രഹമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇത് ശരിക്കും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ ആണ്. ഈ വളയങ്ങൾ യഥാർത്ഥത്തിൽ തീരെ ചെറുതാണ്. അതിനാൽ തന്നെ അവയെ സാധാരണഗതിയിൽ കാണാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ JWSTയുടെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അവയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടതുവശത്തിൽ കാണുന്ന തിളക്കമുള്ള നക്ഷത്രം ശരിക്കും നക്ഷത്രമൊന്നുമല്ല. അത് നെപ്റ്റ്യൂണിന്റെ ഒരു ഉപഗ്രഹമായ ട്രൈറ്റൻ ആണ്. ട്രൈറ്റൻ ഒരു മഞ്ഞ് ലോകമാണ്. ഇത്തരം മഞ്ഞ് ലോകങ്ങളൊക്കെ അവയുടെ ഉപരിതലത്തിൽ വന്ന് പതിക്കുന്ന വലിയൊരു ശതമാനം സൂര്യപ്രകാശത്തിനെയും തിരിച്ച് പ്രതിഫലിപ്പിക്കും. അങ്ങനെയാണ് ട്രൈറ്റൻ ഈ ചിത്രത്തിൽ ഒരു നക്ഷത്രത്തിനെ പോലെ തിളങ്ങി നിൽക്കുന്നത്. പക്ഷേ ട്രൈറ്റനേക്കാൾ ഒരുപാട് മങ്ങിയാണ് നെപ്റ്റ്യൂൺ കാണപ്പെടുന്നത്. അതിന് കാരണം ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും അപേക്ഷിച്ച് നെപ്റ്റ്യൂണിൽ മീഥേനിന്റെ അളവ് വളരെ കൂടുതലാണ്. ദൃശ്യപ്രകാശത്തിൽ നോക്കുമ്പോൾ മീഥെയ്ൻ വളരെ മനോഹരമായ നീല നിറത്തിൽ കാണപ്പെടും. എന്നാൽ ഇൻഫ്രാറെഡ് കിരണങ്ങളെ വലിയ തോതിൽ അബ്സോർബ് ചെയ്യുന്ന പദാർത്ഥമാണ് മീഥെയ്ൻ. അതുകൊണ്ടാണ് JWST പകർത്തിയ ചിത്രത്തിൽ നെപ്റ്റ്യൂൺ വളരെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. ഇതിൽ നെപ്റ്റ്യൂണിന്റെ വേറെയും 6 ഉപഗ്രഹങ്ങളെ കൂടെ കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ ചെറിയ വെള്ള വരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വരകളൊക്കെ നമ്മൾ അവസാനമായിട്ട് കണ്ടത് 1989 നെപ്റ്റ്യൂണിന് സമീപത്തുകൂടെ പോയ വോയേജർ 2 പേടകത്തിലൂടെയാണ്. ഇതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന്റെ ചിത്രവും JWST പകർത്തി. ജൂപ്പിറ്ററിന്റെ തീവ്രമായ ചുഴലിക്കാറ്റുകൾ, മനോഹരമായ ഔറോറകൾ, താപനിലയിലുള്ള വ്യത്യാസങ്ങൾ, മേഘപടലങ്ങൾ, ഭീമാകാരമായ ഗ്രേറ്റ് റെഡ് സ്പോട്ട്, അങ്ങനെ എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുവരേക്കും നമ്മൾ നേരിട്ട് പകർത്തിയ ജൂപ്പിറ്ററിന്റെ ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും സമഗ്രമായ ചിത്രങ്ങളിലൊന്നാണ് JWST പകർത്തിയത്. ജൂപ്പിറ്ററിനേക്കാൾ ദശലക്ഷം മടങ്ങ് മങ്ങിയതാണ് അതിന്റെ വളയങ്ങൾ. ആ വളയങ്ങൾ വരെ ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ജൂപ്പിറ്ററിനെ നമുക്ക് JWSTയിലൂടെ ഇത്രയും മനോഹരമായിട്ട് കാണാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പോലും കരുതിയിരുന്നില്ല. ജൂപ്പിറ്ററിന്റെ 2 കുഞ്ഞുപഗ്രഹങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചെറിയ പുള്ളികൾ നക്ഷത്രങ്ങളല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരുപാട് അകലെയുള്ള ഗാലക്സികളാണ്. ഇതിലേത് ചിത്രമാണ് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.